മഴ പെയ്യുന്ന സമയത്ത് ദിക്കറിലാണെങ്കിൽ പഠിച്ചോ ഇങ്ങനെ പ്രതിഫലം തരും, ഒരു പണിയുമില്ല. അപ്പോൾ ആ ദിക്കർ ഞാൻ പറയാം, അതിനു മുമ്പ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. ഇതുപോലുള്ള പ്രതിഫലം പെട്ടെന്ന് നമ്മൾ കരസ്ഥമാക്കാനുള്ള വഴികൾ ഞാൻ പറഞ്ഞുതരും. അപ്പൊ ഇപ്പൊ തന്നെ ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ, അവസരമാണ് ഇൻഷാ അല്ലാ. അതായത് മഴ പെയ്യുന്ന സമയത്ത് അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിയ എന്ന ദിക്കറിന് ചൊല്ലുകയാണെങ്കിൽ പഠിച്ചോ നിനക്ക് പ്രതിഫലം വാരിക്കോരി തരികയാണ്. അപ്പൊ ഇൻഷാ അല്ലാ ഈ ഒരു രീതിയിൽ ഇപ്പൊ തന്നെ എന്റെ ചങ്ങായിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവര് അങ്ങനെ ചൊല്ലാണെങ്കിൽ, അവർ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ പ്രതിഫലമൊക്കെ വെറുതെ കിട്ടുകയല്ലേ. വെറുതെ നമ്മൾ മിസ്സാക്കുന്ന ഒരുപാട് ഫുഡിന്റെ റീലും മറ്റുള്ള റീലും ഒരുപാട് റീലൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്ത് കൂലിയൊന്നും കിട്ടൂല. പക്ഷെ ഈ ഒരു റീല് ഷെയർ ചെയ്യുകയാണെങ്കിൽ പ്രതിഫലം കിട്ടും. അത് ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഈ മതം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി കൊതിപ്പിക്കലും പേടിപ്പിക്കലുമാണെന്ന് അറിയാമല്ലോ. ഈ പ്രാർത്ഥന ചൊല്ലിയാൽ നിങ്ങൾക്ക് ഫ്രീ ആയി കുറെ അനുഗ്രഹം കിട്ടും. ഈ പ്രാർത്ഥന ചൊല്ലാൻ മടിയാണെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്താലും അനുഗ്രഹം കിട്ടും. പക്ഷെ ഡൗൺലോഡ് ചെയ്ത് വാട്സപ്പിൽ അയച്ചാൽ അനുഗ്രഹം കിട്ടത്തില്ല. കാരണം എന്താ, മോണിറ്റൈസേഷൻ ഉള്ള പ്ലാറ്റ്ഫോമിൽ മാത്രമാണ് ഇങ്ങനെയുള്ള വീഡിയോ ഇറക്കുന്നത് കൊണ്ട് ഇറക്കുന്ന ആളിന് അനുഗ്രഹം കിട്ടുന്നത്. അത് അള്ളാഹുവിൽ നിന്നായിരിക്കില്ല, അള്ളാഹുവിന്റെ ശത്രുവായ ജൂതനായ ഒരാൾ ഉണ്ടാക്കിയ പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്യണം. അപ്പോൾ ജൂതന്റെ ദൈവം അനുഗ്രഹം തരും. മഴയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥനയൊക്കെ ഇറക്കി കൊടുക്കുന്നത് മരുഭൂമിയിലെ ഒരു ദൈവമായിരുന്നു. കാരണം അവിടെ മഴയില്ലാത്തതും വെള്ളമില്ലാത്തതും ഒക്കെ വലിയ പ്രശ്നമാണ്. പക്ഷെ ഈ കേരളത്തിൽ ഇപ്പോൾ മഴയും വെള്ളപ്പൊക്കവും കൊണ്ട് പൊറുതി മുട്ടുമ്പോൾ ഈ ദിക്കർ കൂടി ചൊല്ലാൻ പറയുന്നവനെ എന്താണ് വിളിക്കേണ്ടത്? ഇമാതിരി മൊയന്തുകളോടൊക്കെ നമ്മൾ എന്താ പറയുക? നാട്ടില് കൂടും കുടുക്കയും എല്ലാം വിട്ട് ഇത്രയും നാളത്തെ സമ്പാദ്യങ്ങൾ വിട്ട് തങ്ങളുടെ ജീവൻ വാരിക്കൂരി പിടിച്ചുകൊണ്ട് ആൾക്കാർ നെട്ടോട്ട് ഓടുവാണ്. മഴക്കെടുതിക്കാർ. അപ്പൊ പറയാണ് മഴ വരുമ്പോൾ ഇന്ന സാധാനം ചൊല്ലിക്കൊടുത്താൽ മതി. ഈ സാധനം ചൊല്ലിക്കൊടുക്കുകയല്ല വേണ്ടത്. ഈ സ്ക്രീനിൽ കാണുന്ന കുറച്ച് നമ്പർ ഓർത്തിരുന്നിട്ട് ആവശ്യം വരുമ്പോൾ അത് വിളിച്ചാൽ മനുഷ്യന്മാർ ഓടി വന്ന് നിങ്ങളെ രക്ഷിക്കും. അത് ഫയർഫോഴ്സ് ആവട്ടെ, അല്ലാത്തവരാവട്ടെ, പോലീസുകാരാവട്ടെ, അല്ലെങ്കിൽ സാധാരണ ജനങ്ങളാവട്ടെ, വള്ളക്കാരാവട്ടെ, ആരെങ്കിലും ആവട്ടെ, മനുഷ്യർ വന്ന് നിങ്ങളെ രക്ഷിക്കും. അപ്പോൾ ഈ ദിക്കർ ചൊല്ലുന്നതിന് പകരം ഈ നമ്പർ നിക്കർ ഇടുന്നതിന് പകരം ഈ നമ്പർ നോക്കി വെച്ചാൽ കുറച്ചെങ്കിലും ജനങ്ങൾ രക്ഷപ്പെടും. കൂടാതെ പറയാനുള്ളത്, ഇമാതിരി സാധനങ്ങളുടെയൊക്കെ വീഡിയോ വന്ന ഉടനെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്ത് വെച്ചോണം. എന്താ അറിയോ, മുക്കും. ഇവന്റെ തന്നെ തൊട്ടു മുമ്പ് ഒരു വീഡിയോ, ഏതോ ഒരു ശിവലിംഗം, നമ്മുടെ ഫ്രിഡ്ജിന്റെ അകത്ത് ശിവലിംഗം കണ്ടു എന്ന് പറയുന്നതിനെ കളിയാക്കിക്കൊണ്ട് ഇവനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിനെ എടുത്ത് റിയാക്ട് ചെയ്ത് വിട്ട് വിത്തിൻ അരമണിക്കൂർ ഇവൻ ആ വീഡിയോ മുക്കി. അപ്പോൾ ഇതുപോലെ കുറെ ഉണ്ട്. ഇപ്പൊ അൻസാരി ആയാലും മിക്ക വീഡിയോ എണ്ണം മുക്കും. അതുകൊണ്ട് ഇതുപോലൊക്കെ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എത്രയും പെട്ടെന്ന് വെച്ചോണം. അല്ലെങ്കിൽ ഇവന്മാർ ഇതെല്ലാം മുക്കിക്കളയും. സമയവും സാഹചര്യവും ഒന്നും നോക്കാതെ ഇമാതിരി വീഡിയോ ഒക്കെ ഇറക്കി വിടുന്നവനൊക്കെ എന്ത് പറയണം? കാരണം ഇവൻ ഇപ്പൊ ഇറക്കിയതായത് ഇത് ഫ്രഷ് വീഡിയോയാ. എന്നാൽ ഈ സ്ഥാനത്ത് എന്താ വിളിച്ചു പറയേണ്ടത്? അതായത് ഇവന് ഫോളോവേഴ്സ് ഒക്കെ കൂടുതലുണ്ടെങ്കിൽ ഇവൻ പറയേണ്ടത് ഇന്ന പോലാണ്, കുറച്ച് നമ്പേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ആൾക്കാരെ സഹായിക്കാൻ പോകണം, നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോഴേ അവൻ അതിൻ്റെ അകത്തോട്ട് മതം കുത്തിക്കയറ്റുമോ? അപ്പൊ ഇവനെ മൊയന്തെന്നല്ലാതെ ഇവൻ എന്താണ് വിളിക്കേണ്ടത്?